യേശു കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് ലാസർ മരിച്ചിട്ട് 4 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. അവർ വളരെ സങ്കടത്തോടുകൂടി യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറയുകയാണ്, കർത്താവേ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. കർത്തൻ പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെ സംസാരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവർ പറയുകയാണ്, ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യം അവിടെ ആ സഹോദരിമാർ വ്യക്തമാക്കുന്നു. അപ്പോൾ എന്താണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, ഇന്നലെ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല. ആ പുനരുത്ഥാനത്തെയും ഞാൻ വിശ്വസിക്കുന്നു, ആ ദിവസം അവൻ ഉയർത്തെഴുന്നേൽക്കും. പക്ഷേ ഞാൻ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് അവൾ സംസാരിക്കുന്നത്. പ്രിയരെ, യേശുവിനെ കുറിച്ച് പറയുന്നത് ഇന്നലെയും ഇന്നും നാളെയുടെ നീളെയും അവൻ നല്ല കർത്താവ് തന്നെയാണ്. ഇന്നലകളിൽ പിതാക്കന്മാർക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച അതേ നല്ല കർത്താവ് നാളെയുടെ നീളയിൽ കാഹളനാദം കേട്ട് സഭ എടുക്കപ്പെടുമെന്ന് ഉറപ്പ് തന്ന അതേ നല്ല കർത്താവ് ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു വചനത്തെ വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ കർത്താവെ, ഇന്ന് അവിടുന്ന് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം എന്ന് യഥാർത്ഥമായി നാം വിശ്വസിക്കുന്നു എങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിൻ്റെ ജീവിതത്തിൽ അത് ശ്രേഷ്ഠതയേറിയ നിലയിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ ഒരു വ്യക്തമായൊരു ഉദാഹരണമാണ് രക്ഷപ്പെടുമെന്നുള്ള ആശ നശിച്ചുപോയ പൗലോസിനു വേണ്ടി തൻ്റെ ദൂതനെ രാത്രിയുടെ യാമത്തിൽ അയച്ച് അവനോട് സംസാരിച്ച് മുമ്പോട്ടുള്ള പുറപ്പാടിനെ കുറിച്ചുള്ള ആലോചന പറഞ്ഞു കൊടുക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു എങ്കിൽ ഇന്ന് പറ, ഇന്ന് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ആ നല്ല കർത്താവ് ശക്തനാണ്. ആ കർത്താവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആ കർത്താവ് നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മേൽ വൻ കാര്യങ്ങളെ ചെയ്യട്ടെ. I bless you in Jesus' name. Amen.